നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ APJ അബ്ദുൽ കലാമിൻ്റെ ഒരു മെമ്മോറിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പോർഷൻ ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ടുള്ള ദ ലിറ്റിൽ തിങ്സ് മാറ്റർ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത് അദ്ദേഹത്തിൻ്റെ മെമ്മോറിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പോർഷനാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ പറയുന്നുണ്ട്. വി ഹാവ് ലേൺഡ് അബൌട്ട് ദി ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലൈഫ്. നമ്മൾ ലൈഫിൻ്റെ പല സ്റ്റേജുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദ ഡ്യൂട്ടീസ് ഓഫ് ഈച്ച് സ്റ്റേജ്? ഓരോ സ്റ്റേജിലും നമുക്കറിയാം ഓരോ ഡ്യൂട്ടികളുണ്ട്. കുഞ്ഞായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കുറച്ചും കൂടെ വലുതാവുന്ന സമയത്ത്, യുവത്വത്തിലേക്ക് എത്തുന്ന സമയത്ത്, അങ്ങനെ ഓരോ സ്റ്റേജിലും നമുക്ക് എന്തുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ഡ്യൂട്ടികളുണ്ട്, നമ്മൾ ചെയ്യേണ്ടുന്നതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇൻ ദിസ് എക്സെപ്റ്റ് ഫ്രം APJ അബ്ദുൽ കലാംസ് മെമ്മോയർ എ യങ് ബോയ് ബിഗിൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാമിൻ്റെ ഒരു മെമ്മോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർമ്മക്കുറിപ്പ് എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അതുപോലത്തെ നമ്മളെന്തെങ്കിലും ഒരു ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതിയിട്ടുള്ള ഒരു ഭാഗം. അപ്പോൾ ആ ഒരു മെമ്മോറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു യങ് ബോയ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം എന്തൊക്കെ ഫേസസ്, അതായത് എന്താ പറയുക, സ്വന്തം ലൈഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ എന്തൊക്കെ ഡ്യൂട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ നിർവഹിക്കേണ്ടതിനും അപ്പുറത്തേക്കുള്ള ഡ്യൂട്ടികൾ ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു യങ് ബോയിനെ, ഒരു ആൺകുട്ടീനെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കണം. അറ്റ് എ ടെൻഡർ ഏജ് ഹി ഫോർജസ് ഹിസ് ഓൺ ബോൺസ് ഓഫ് ലൈഫ് ആൻഡ് ഇവോൾവ്സ് ഇൻടു എ റെസ്പോൺസിബിൾ മെമ്പർ ഓഫ് ദ ഫാമിലി, പ്ലേയിങ് ഹിസ് റോൾ വിത്ത് പ്രൈഡ് ആൻഡ് ജോയ്. അപ്പോൾ ആ ഒരു ചെറുപ്രായത്തിൽ തന്നെ അവൻ എന്തിനു സാധിക്കുകയാണ്, അവൻ്റെ ഫാമിലിയുടെ ആ ഒരു അഭിമാനമായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ സന്തോഷത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട് അവന് മാറാൻ സാധിക്കുകയാണ്. അവൻ്റെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി സ്വന്തം ഷോൾഡറിൽ, അതിൻ്റെ ഒരു ഭാഗം, ആ റെസ്പോൺസിബിലിറ്റിയുടെ ഉത്തരവാദിത്തത്തിൻ്റെയൊക്കെ ഒരു ഭാഗം സ്വന്തം ഷോൾഡറിൽ എടുത്ത് വയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ള ഒരു ബോയിനെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. എവറി മോർണിംഗ് എ ലാർജ് പൈൽ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് തമിഴ് ഇസ് ഡെലിവേർഡ് ടു മീ. എല്ലാ ദിവസവും രാവിലെ സമയമാകുമ്പോഴേക്കും എനിക്കൊരു കൂന ന്യൂസ് പേപ്പറുകൾ, ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെയുള്ള ഒരുപാട് ന്യൂസ് പേപ്പറുകളുടെ ബണ്ടിലുകൾ എനിക്ക് എന്ത് ചെയ്യാറുണ്ട്, കിട്ടാറുണ്ട്, എൻ്റെ അടുത്ത് ഡെലിവർ ആവാറുണ്ട്. ഡ്യൂറിങ് മൈ ട്രാവൽസ് അബ്രോഡ് ഐ സ്റ്റേ ഇൻ ടച്ച് വിത്ത് ന്യൂസ് ഫ്രം ഇന്ത്യ. I do this by going online to read news articles and editorials in magazines and papers. അപ്പോൾ അദ്ദേഹം അബ്രോഡിലേക്കൊക്കെ യാത്ര പോകുന്ന, പുറത്തേക്കൊക്കെ വിദേശത്തേക്കൊക്കെ യാത്ര പോകുന്ന സമയത്തൊക്കെയും അദ്ദേഹം ഇന്ത്യയിലെ ന്യൂസുകളായിട്ട്, ന്യൂസ് പേപ്പറിലെ കോണ്ടൻസ് ആയിട്ട് ഒക്കെ ആ ഒരു റിലേഷൻ, അല്ലെങ്കിൽ അതൊക്കെ ആയിട്ട് അപ്പോഴും ഒരു ബന്ധം പുലർത്തുന്നുണ്ടായിരുന്നു എന്നാണ് പറയണം. അതിനുവേണ്ടി അദ്ദേഹം എന്താ ചെയ്യാറില്ല, ഇവിടുത്തെ ന്യൂസ് പേപ്പറുകളൊന്നും ചിലപ്പോൾ അവിടെ അവൈലബിൾ ആവില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്, എഡിറ്റോറിയൽസ്, മാഗസിൻസ് ഒക്കെ ഓൺലൈനായിട്ട്, നമുക്കറിയാം ഓൺലൈനായിട്ട് ന്യൂസ് പേപ്പർ എഡിറ്റോറിയൽസ് ഒക്കെ വായിക്കാമല്ലോ. അപ്പോൾ അത്തരത്തിലാണെങ്കിൽ പോലും അദ്ദേഹം ഇന്ത്യൻ ന്യൂസുകളിലേക്കുള്ള ആ ഒരു ടച്ച് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. I was born in the year 1931. 1931 അദ്ദേഹം ജനിക്കുന്നത്. When I was about 8, World War II broke out. രണ്ടാം ലോക മഹായുദ്ധം അദ്ദേഹത്തിന് 8 വയസ്സുള്ളപ്പോഴാണ് അത്ര സംഭവിച്ചത്. ഡെയിലി ലൈഫ് however remained fairly unaffected initially, particularly for us in the southern tip of the country. അപ്പോൾ ആദ്യമൊന്നും ആ ഒരു യുദ്ധത്തിൻ്റെ കോട്ടമൊന്നും കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഫാമിലിനെ ഒന്നും ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരൊരു സദേൺ ഭാഗത്തുണ്ടായിരുന്ന, കൺട്രിയുടെ സദേൺ ഭാഗത്തുള്ളവരായതുകൊണ്ട് തന്നെ, ഇന്ത്യ തെക്ക് ഭാഗത്തായതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഫേസ് ചെയ്യേണ്ടതായിട്ട് അതായത് വാറ് ആ ഒരു ഭാഗത്തേക്കൊന്നും കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ദ ഓൺലി സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ഔട്ട്സൈഡ് വേൾഡ് വാസ് എ ന്യൂസ് പേപ്പർ. പക്ഷേ പുറം ലോകമായിട്ടുള്ള ഒരേ ഒരു കമ്മ്യൂണിക്കേഷൻ, പുറത്ത് എന്ത് നടക്കുന്നു എന്നറിയാനുള്ള ഒരേ ഒരു മാർഗ്ഗമെന്ന് പറയുന്നത് ന്യൂസ് പേപ്പർ ആയിരുന്നു. The agency that distributed newspapers was run by my cousin Samsudeen. അപ്പോൾ അവിടുത്തെ ന്യൂസ് പേപ്പർ ഏജൻസി കൊണ്ടു നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ കസിനായിട്ടുള്ള സംസുദ്ദീൻ ആയിരുന്നു. അലോങ് വിത്ത് ജലാലുദ്ദീൻ ഹി വാസ് എ ബിഗ് ഇൻഫ്ലുവൻസ് ഇൻ മൈ ഏർലി ലൈഫ്. അപ്പോൾ ജലാലുദ്ദീൻ്റെ കൂടെ തന്നെ എൻ്റെ ആദ്യത്തെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ആ ഒരു ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ എൻ്റെ ലൈഫിൽ നല്ലൊരു ഇൻഫ്ലുവൻസ്, നല്ലൊരു സ്വാധീനം ചെലുത്താൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുള്ള വ്യക്തികളാണ് അവരൊക്കെ. സംസുദ്ദീൻ ഹാഡ് ഗ്രേറ്റ് അഫെക്ഷൻ ഫോർ മീ ആൻഡ് എൻകറേജ്ഡ് മീ ഇൻ സോ മെനി വേയ്സ്. സംസുദ്ദീൻ എന്നെ ഒരുപാട് മാർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് തരത്തിൽ എന്നെ എന്താ പറയുക, എൻ്റെ അടുത്ത് ഒരുപാട് സ്നേഹമുള്ള വ്യക്തിയായിരുന്നു, എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയായിരുന്നു. ദാറ്റ് ഹി ബിക്കേം എ ഗൈഡിങ് ലൈറ്റ് ഫോർ മീ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഗൈഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രകാശം പോലെ എനിക്ക് അദ്ദേഹത്തിനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സംസുദ്ദീൻസ് ന്യൂസ് പേപ്പർ ഏജൻസി വാസ് ദ ഓൺലി വൺ ഇൻ രാമേശ്വരം. രാമേശ്വരത്തുള്ള ഒരേ ഒരു ന്യൂസ് പേപ്പർ ഏജൻസി ആയിരുന്നു ആ സമയത്ത് സംസുദ്ദീൻ്റേത്. There were about 1,000 literate people in the town and he delivered newspapers to all of them.
അപ്പോൾ ആ ഒരു ടൗണിൽ ഏകദേശം 1000ൻ്റെ അടുത്തൊക്കെയാണ് സാക്ഷരതയുള്ള അല്ലെങ്കിൽ എഴുതാനും വായിക്കാനും അറിയുന്ന ആളുകൾ ഉണ്ടായിരുന്നത്. അവർക്കൊക്കെയും അവൻ എന്ത് ചെയ്യാറുണ്ട്, പേപ്പറുകൾ എത്തിച്ചു കൊടുക്കാറുണ്ട്. അതായത് സാക്ഷരതയുള്ളവർക്കാണല്ലോ പത്രം വായിക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഈ പത്രം വായിക്കാൻ അറിയുന്നവർക്കൊക്കെയും ഉണ്ടായിരുന്ന ഒരേ ഒരു ആശ്രയം അല്ലെങ്കിൽ ഒരേ ഒരു ന്യൂസ് പേപ്പർ ഏജൻസി എന്ന് പറയുന്നത് സംസുദ്ദീൻ്റെ ആയിരുന്നു. The papers carried news about the independence movement that was heading towards a crescendo at the time. ആ ഒരു കാലഘട്ടത്തിൽ ഈ ന്യൂസ് പേപ്പറുകളിൽ വേൾഡ് വാറിനെ കുറിച്ച്, ഇൻഡിപെൻഡൻസിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസുകളെന്ന് പറയുന്നത് അത്രയും പീക്കായിരുന്നു. ക്രസൻഡോ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് പീക്കായിട്ട് നിൽക്കുക, അത്രയും ഉയരത്തിൽ നിൽക്കുക എന്ന് പറയില്ല, അത്രയും എണ്ണം കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രയും ന്യൂസുകൾ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള ന്യൂസുകൾ പബ്ലിഷ് ചെയ്യുന്നതായിരുന്നു ഏറ്റവും കൂടുതൽ ന്യൂസ് പേപ്പറുകളുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. ദീസ് ന്യൂസ് ഐറ്റംസ് വുഡ് ബി റെഡ് ആൻഡ് ഡിസ്കസ്ഡ് എമംഗ് എവരി വൺ. അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് പേപ്പറിൽ വായിക്കുന്ന ന്യൂസുകളെല്ലാം ഡിസ്കസ് ചെയ്യപ്പെടും. എവിടെ പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് ആണ് കാണാൻ സാധിക്കണം. ദർ വുഡ് ഓൾസോ ബി ന്യൂസ് ഫ്രം ദി വാർ ഫ്രണ്ട് അബൌട്ട് ഹിറ്റ്ലർ ആൻഡ് ദ നാസി ആർമി. യുദ്ധമുഖത്തിനെ കുറിച്ച്, അവിടെയുള്ള ആളുകളെക്കുറിച്ച്, അവിടുത്തെ ഹിറ്റ്ലറിനെ കുറിച്ച്, നാസി ആർമീനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ അവിടെ വരാറുണ്ട്. ദ തമിഴ് പേപ്പർ ദിനമണി വാസ് ദ മോസ്റ്റ് പോപ്പുലർ ഓഫ് ഓൾ. ആ സമയത്ത് തമിഴ് ന്യൂസ് പേപ്പറായിട്ട് ദിനമണിയാണ് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ. ദ വേ ദ പേപ്പേഴ്സ് റീച്ച് രാമേശ്വരം വാസ് ക്വൈറ്റ് യുണീക്ക്. അപ്പോൾ എങ്ങനെയാണ് ഈ രാമേശ്വരത്തേക്ക് പേപ്പറുകൾ വന്നിട്ടുണ്ടായിരുന്നത് എന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ യുണീക്കായിട്ടുള്ള ഒരു കാര്യമാണ്, അതുല്യമായിട്ടുള്ള. നമ്മൾ ആ ഒരു രീതി നമ്മൾ എവിടെയും ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. They came by morning train and were kept at രാമേശ്വരം സ്റ്റേഷൻ. അതായത് ഇവർ രാവിലെ ആകുമ്പോഴേക്കും ട്രെയിനിലാണ് വരുന്നത് നമ്മുടെ ഈ ന്യൂസ് പേപ്പർ. അത് രാമേശ്വരം സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുന്നു. ഫ്രം ദർ ദേ ഹാഡ് ടു ബി കളക്റ്റഡ് ആൻഡ് സെൻഡ് ടു ഓൾ ദ സബ്സ്ക്രൈബേഴ്സ്. അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് ആരൊക്കെയാണോ ഈ വരിക്കാർ അവർക്കൊക്കെയും എന്ത് ചെയ്യുന്നു, പത്രം കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. ദിസ് വാസ് സംസുദ്ദീൻസ് ബിസിനസ് ആൻഡ് ഹി മാനേജ്ഡ് ഇറ്റ് എഫേർട്ട്ലെസ്ലി. ഈ ജോലിയാണ് സംസുദ്ദീൻ ചെയ്യുന്നത്. അത് വളരെ എന്താ പറയുക, നല്ല രീതിയിൽ അദ്ദേഹം മാനേജ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഹവർ ആസ് വേൾഡ് വാർ സെക്കൻഡ് റേജർ, അങ്ങനെ വേൾഡ് വാർ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് അത്രയും അൺകൺട്രോളബിൾ ആയിട്ട് നിൽക്കുക. റേജർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ആ ഒരു രീതിയിലേക്ക് വേൾഡ് വാർ സെക്കൻഡ് മാറിയ ഒരു കാലഘട്ടമായിരുന്നു. ഇറ്റ് എഫക്റ്റഡ് ദി ന്യൂസ് പേപ്പർ ഡെലിവറി ബിസിനസ് ഇൻ എ സ്ട്രേഞ്ച് വേ. അത് വളരെ വിചിത്രമായൊരു മാർഗ്ഗത്തിൽ കൂടെ അല്ലെങ്കിൽ വിചിത്രമായ ഒരു രീതിയിൽ എന്ത് ചെയ്തു, ന്യൂസ് പേപ്പർ ബിസിനസ്സിനെ ബാധിക്കുകയാണ് ചെയ്യുന്നത്, ന്യൂസ് പേപ്പറിൻ്റെ ഡെലിവറിനെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഹാഡ് പ്ലേസ്ഡ് എ നമ്പർ ഓഫ് സാങ്ഷൻസ് ആൻഡ് റേഷൻസ് ഓൺ ഗുഡ്സ്. അങ്ങനെ എന്താ പറയുക, ചരക്കുകൾ, ഗുഡ്സ്, സാധനങ്ങളുടെയൊക്കെ കയറ്റുമതി ഇറക്കുമതി അതുപോലെ കൊണ്ടുപോകുന്നതിലൊക്കെ ഒരുപാട് സാങ്ഷൻസും റേഷൻസും. സാങ്ഷൻസ് ആൻഡ് റേഷൻസ് കൊണ്ട് ഉദ്ദേശിച്ച റെസ്ട്രിക്ഷൻസ് ആണ്. അത് ചിലത് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ, ചിലത് കൊണ്ടുപോകാൻ പാടില്ല, അങ്ങനെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊക്കെ, അത് അനുമതി നിഷേധിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സംതിങ് ലൈക്ക് എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി നൗ പ്രിവെയിൽഡ് ഇൻ ദ കൺട്രി. ഒരു അടിയന്തരാവസ്ഥ പോലത്തെ ഒരു സിറ്റുവേഷനാണ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കൺട്രിയിൽ, ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നത്. പ്രിവെയിൽഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിലനിൽക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. അവർ ലാർജ് ഫാമിലി ഫെൽ ദ ഡിഫിക്കൽട്ടീസ് അക്യൂട്ട്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു വലിയ കുടുംബത്തിനും ആ ഒരു ബുദ്ധിമുട്ടുകൾ ഫീൽ ആവാൻ തുടങ്ങണം. അക്യൂട്ട്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ തീവ്രമായിട്ട് എന്നൊരു മീനിങ് ആണ് കേട്ടോ. ഫുഡ്, ക്ലോത്ത്സ്, ദ നീഡ്സ് ഓഫ് ദി ബേബീസ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ഓൾ ബിക്കെയിം ഡിഫിക്കൾട്ട് ടു പ്രൊക്യൂർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനായിക്കോട്ടെ, കുട്ടികളുടെ ബേസിക് നീഡ്സ് ആയിക്കോട്ടെ, വീട്ടു സാധനങ്ങൾക്കായിക്കോട്ടെ, അതൊക്കെ ഉണ്ടാക്കുക അല്ലെങ്കിൽ നേടിയെടുക്കുക. പ്രൊക്യൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേടുക, വാങ്ങിച്ച് വയ്ക്കുക, സംഭരിക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ അതൊക്കെയും സംഭരിച്ച് വയ്ക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. ആസ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ദ വാർ കണ്ടിന്യൂ ടു എഫക്ട് അസ്, സംസുദ്ദീൻ കെയിം അപ്പ് വിത്ത് എ പ്രപ്പോസൽ ദാറ്റ് എക്സൈറ്റഡ് ആൻഡ് ഡിലൈറ്റഡ് മീ. അങ്ങനെ എന്താ പറയുക, ജീവിച്ചു പോകാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടായിട്ടിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സംസുദ്ദീൻ ജീവിക്കാനുള്ള ഒരു മാർഗ്ഗം എന്നുള്ള രീതിക്ക് ഒരു വഴി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അദ്ദേഹം ഭയങ്കര എക്സൈറ്റഡ് ആവുകയാണ്, അതേപോലെ തന്നെ ഡിലൈറ്റഡ് ആവുകയാണ്, സന്തോഷമാവുകയാണ്. വൺ ഫോളോ ഔട്ട് ഓഫ് ദി കണ്ടീഷൻസ് വാസ് ദാറ്റ് ദ റെയിൽ സ്റ്റോപ്പ് അറ്റ് രാമേശ്വരം സ്റ്റേഷൻ ഹാഡ് ബീൻ ഡൺ അവേ വിത്ത്. അപ്പോൾ ആ ഒരു എന്താ പറയുക, വേൾഡ് വാർ 2ൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള റെസ്ട്രിക്ഷൻസിൽ ഒന്നാണ് രാമേശ്വരത്ത് ഓൾറെഡി അപ്പം ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റേഷൻ അല്ലെങ്കിൽ അവിടെ ട്രെയിൻ നിർത്തുക എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഇനി ഉണ്ടാവില്ല. ഫോളോ ഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിർത്തുക. എന്താ പറയുക, ഫോളോ ഔട്ട് എന്ന് പറഞ്ഞ സ്റ്റോപ്പ് ചെയ്യാന്നല്ല, പരിണത ഫലം, ആഫ്റ്റർ എഫക്റ്റ് നമ്മൾ പറയില്ലേ, ആ ഒരു വേൾഡ് വാർ സെക്കൻഡിൻ്റെ റിസൾട്ടായിട്ട് അല്ലെങ്കിൽ അതിന് ആഫ്റ്റർ എഫക്റ്റായിട്ട് അല്ലെങ്കിൽ പരിണത ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, രാമേശ്വരത്തെ ഉണ്ടായിരുന്ന ആ സ്റ്റേഷൻ എന്ത് ചെയ്യുക, ഡൺ അവേ വിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് എൻഡ് ചെയ്യുക എന്നുള്ള മീനിങ് കേട്ടോ, സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള മീനിങ്. അപ്പോൾ അവിടെ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സ്റ്റേഷൻ അല്ലെങ്കിൽ അവിടെ ഇനി എന്ത് ചെയ്യുന്നില്ല, ട്രെയിൻ നിർത്തുന്നില്ല എന്നൊരു റൂളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിസിഷനിലേക്ക് അവിടുത്തെ ഗവൺമെൻറ് വരികയാണ് ചെയ്തത്.
വാട്ട് വുഡ് ഹാപ്പൻ ടു അവർ പേപ്പേഴ്സ് ദെൻ? അപ്പം നമ്മുടെ ന്യൂസ് പേപ്പർ എന്ത് ചെയ്യും? ന്യൂസ് പേപ്പർ അവിടെ ഇറക്കുകയാണല്ലോ ചെയ്യുന്നത്. അവിടെ ട്രെയിൻ നിൽക്കുന്ന സമയത്ത് ന്യൂസ് പേപ്പറിൻ്റെ ബണ്ടിൽസ് അവിടെ ഇറക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഒരു സ്റ്റേഷൻ ഇല്ലാന്നാണ് പറയുന്നത്, അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല ട്രെയിൻ എന്നാണ് പറയണം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? ഹൗ വർ ദേ ടു ബി കളക്റ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ ദി പീപ്പിൾ ഓഫ് ദ ടൗൺ? അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ഈ ന്യൂസ് പേപ്പർ കളക്ട് ചെയ്തിട്ട് ടൗണിലെ ആളുകൾക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? സംസുദ്ദീൻ ഫൗണ്ട് എ വേ ഔട്ട്. അപ്പോൾ സംസുദ്ദീൻ അതിനൊരു മാർഗ്ഗം കണ്ടെത്തുകയാണ്. ദ പേപ്പേഴ്സ് വുഡ് ബി കെപ്റ്റ് റെഡി ഇൻ ലാർജ് ബണ്ടിൽസ്. ഇപ്പോൾ ട്രെയിനിൽ സ്റ്റേഷൻ്റെ അവിടെ എത്താറാകുമ്പോഴേക്കും പേപ്പേഴ്സൊക്കെ വലിയ വലിയ ബണ്ടിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കും, റെഡിയാക്കി വെക്കും. ആസ് എ ട്രെയിൻ ചക്ക് ഡൗൺ ദ രാമേശ്വരം ധനുഷ്കോടി ട്രാക്ക് ദേ വുഡ് ബി ഫ്ലഞ്ച് ഔട്ട് ഓൺ ദി പ്ലാറ്റ്ഫോം. അങ്ങനെ രാമേശ്വരം ധനുഷ്കോടി ആ ഭാഗത്തേക്ക് ആ ഒരു ട്രാക്കിലൂടെ ആ ഒരു ട്രെയിൻ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? പ്ലാറ്റ്ഫോമിലേക്ക് ഈ ബണ്ടിലുകൾ ഫ്ലഞ്ച് ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് എറിയാം. അപ്പോൾ ഇത് പുറത്തേക്ക് എടുത്തെറിയുക, ട്രെയിനകത്തുനിന്ന് ഈ വലിയ വലിയ ബണ്ടിലുകൾ പുറത്തേക്ക് എടുത്തെറിയുന്നു. ആൻഡ് ദാറ്റ് ഈസ് വേർ ഐ കേവ് ഇൻ. അവിടെയാണ് നമ്മുടെ നറേറ്റർക്ക് റോള് വരുന്നത്. സംസുദ്ദീൻ ഓഫേർഡ് മീ ദ എൻജോയബിൾ ജോബ് ഓഫ് കളക്ടിങ് ദീസ് ബണ്ടിൽസ് ഓഫ് പേപ്പേഴ്സ് ത്രോൺ ഫ്രം ദ മൂവിങ് ട്രെയിൻ ആൻഡ് ദെൻ ടേക്കിംഗ് ദം അറൗണ്ട് ടൗൺ ഫോർ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മുടെ നറേറ്ററുടെ ജോലി എന്താണ്? ഇത്തരത്തിൽ ട്രെയിനിൽ നിന്നും സ്റ്റേഷനിലോട്ട് പ്ലാറ്റ്ഫോമിലോട്ട് വലിച്ചെറിയുന്ന ഈ ഒരു ബണ്ടിലുകൾ എന്ത് ചെയ്യാം? കളക്ട് ചെയ്യണം. അത് കളക്ട് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂഷന് കൊണ്ടുപോവുക എന്നുള്ള ഡ്യൂട്ടിയാണ് ഇപ്പം നമ്മുടെ നറേറ്റർക്ക് കിട്ടിയിട്ടുള്ളത്. മൈ എന്തൂസിയാസം ന്യൂ നോ ബൗണ്ട്സ്. അപ്പോൾ എൻ്റെ ആ ഒരു എന്തൂസിയാസം, എൻ്റെ ആ ഒരു ആകാംക്ഷ, സന്തോഷത്തിനൊന്നും എന്തില്ല എന്ന് പറഞ്ഞാൽ അതിരുകളില്ല. ഐ വാസ് ഓൺലി 8. ഞാൻ എത്ര മാത്രമാണ്, എനിക്ക് 8 വയസ്സേ ഉള്ളൂ. ബട്ട് ഐ എം ഗോയിങ് ടു കോൺട്രിബ്യൂട്ട് ഇൻ എ മീനിങ് ഫുൾ വേ ടു ദ ഹൗസ് ഹോൾഡ് ഇൻകം. പക്ഷേ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ഇൻകം, ഒരു വരുമാനം എൻ്റെ കുടുംബത്തിന് ഈ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് കൊടുക്കാൻ പോവുകയാണ്. കാരണം ഈ ഒരു ജോലിക്ക് പോയാൽ പൈസ കിട്ടുമല്ലോ. ഫോർ മെനി ഡേയ്സ് ഐ ഹാഡ് നോട്ടീസ്ഡ് ദ എമൗണ്ട് ഓഫ് ഫുഡ് ഓൺ മൈ മദർ ആൻഡ് ഗ്രാൻഡ് മദേഴ്സ് പ്ലേറ്റ്സ് ബിക്കമിങ് ലെസ്സർ ആൻഡ് ലെസ്സർ ആസ് എ ഡിവൈഡഡ് ദ പോർഷൻസ് ബിറ്റ്വീൻ ഓൾ ഓഫ് us. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതായത് ഞാൻ കുറേ ദിവസമായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, അതായത് ഈ ഒരു സാധനങ്ങൾ വാങ്ങിക്കാനും ജോലിക്ക് പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാരണം വീട്ടിൽ ഭക്ഷണത്തിനൊക്കെ കുറവ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ കുറവ് കാണുന്നത് എവിടെയാണ്? അമ്മയുടെയും മുത്തശ്ശിയുടെയൊക്കെ പ്ലേറ്റിലാണ്. കാരണം മറ്റുള്ളവർക്ക് ഡിവൈഡ് ചെയ്ത് ബാക്കി വരുന്ന ഫുഡ് ഇവർ ഡിവൈഡ് ചെയ്തെടുക്കുമ്പോഴേക്കും ഓരോ ദിവസം കഴിയും തോറും ലെസ്സർ ആൻഡ് ലെസ്സർ കുറഞ്ഞിട്ടാണ് അവരുടെ പ്ലേറ്റിലെ ഭക്ഷണത്തിൻ്റെ അളവ് എന്നുള്ളത് ഞാൻ കുറേ ദിവസമായി ശ്രദ്ധിക്കുന്നു. ദ ചിൽഡ്രൻ വർ ഓൾവേസ് ഫെഡ് ഫസ്റ്റ് ആൻഡ് ഐ ഡോണ്ട് റിമെമ്പർ എനി ഓഫ് us എവർ ഗോയിങ് ഹംഗ്രി. അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്കാണ് അവർ ആദ്യം ഭക്ഷണം തരിക. ഞങ്ങളാരും വിശന്ന് ഉറങ്ങിയിട്ടുള്ള ഓർമ്മ ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കൊക്കെ ഭക്ഷണം തരും. പക്ഷേ അമ്മയ്ക്കും മുത്തശ്ശിക്കൊക്കെ ആകുമ്പോഴേക്കും ഫുഡൊന്നും ഉണ്ടാവാറില്ല, കുറച്ചേ ഉണ്ടാവാറുള്ളൂ. ഒബ്വിയസ്ലി ദ വിമൻ വർ കോംപ്രമൈസിങ് ഓൺ ദെയർ ന്യൂട്രീഷൻ ഫോർ us. അപ്പോൾ തീർച്ചയായിട്ടും കുടുംബത്തിലെ സ്ത്രീകളാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഭക്ഷണമൊക്കെ കോംപ്രമൈസ് ചെയ്യാറുള്ളത്. ഐ റെഡിലി അക്സെപ്റ്റഡ് സംസുദ്ദീൻസ് ഓഫർ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കേട്ട വഴിക്ക് അദ്ദേഹം ആ ഒരു ഓഫർ അക്സെപ്റ്റ് ചെയ്യണം. ഹവർ മൈ ന്യൂ ജോബ് ഹാഡ് ടു ബി ഫിറ്റഡ് ഇൻ ടു മൈ റെഗുലർ റുട്ടീൻ. അപ്പോൾ എന്തായാലും ആ ഒരു കുട്ടിക്ക് 8 വയസ്സുള്ള കുട്ടിക്ക് റെഗുലർ റുട്ടീൻ ഉണ്ടാവുമല്ലോ, ജീവിക്കുന്ന ഒരു രീതി, ഇത്ര മണിക്ക് എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ഫുഡ് കഴിക്കുന്നു, അങ്ങനെ ഒരു ഓർഡർ ഉണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് എന്തുകൂടെ ഇനി കടത്തണം, ഈ ഒരു ജോലിയുടെ ആ ഒരു ടൈമിങ് കൂടെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. മൈ സ്റ്റഡീസ് ആൻഡ് സ്കൂൾ ഹാഡ് ടു കണ്ടിന്യൂ ആസ് ബിഫോർ. ഇപ്പോൾ പഠിക്കുകയും സ്കൂളിൽ പോകുക എല്ലാം വേണം. ദ ഡെലിവറി ബിസിനസ് ഹാഡ് ടു ബി അക്കമഡേറ്റഡ് അമിഡ്സ്റ്റ് ഓൾ ദീസ് അതർ ആക്ടിവിറ്റീസ്. അപ്പോൾ ഈ ഒരു ഡെലിവറി ബിസിനസ്സും മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും കൂടെ യോജിച്ചു പോകണം. എമംഗ് മൈ സിബ്ലിങ്സ് ആൻഡ് കസിൻസ് ഐ ഹാഡ് ഷോൺ ആൻ ഏർലി ആപ്റ്റിറ്റ്യൂഡ് ഫോർ മാത്തമാറ്റിക്സ്. അപ്പോൾ എൻ്റെ കസിൻസിനെയും അതേപോലെ തന്നെ കൂടെയുള്ള സഹോദരന്മാരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരെക്കാട്ടിലും നോക്കി മാത്സിൽ കുറച്ച് കഴിവ് കൂടുതൽ എനിക്ക് തന്നെയായിരുന്നു. മൈ ഫാദർ ഹാഡ് അറേഞ്ച്ഡ് ഫോർ മീ ടു ടേക്ക് ട്യൂഷൻസ് ഫ്രം അവർ മാത്തമാറ്റിക്സ് ടീച്ചർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ എന്ത് ചെയ്യാറുണ്ട്, എൻ്റെ മാത്സിനൊരു ട്യൂഷന് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഹവർ മൈ ടീച്ചർ ഹാഡ് എ കണ്ടീഷൻ ദാറ്റ് വി സ്റ്റുഡൻസ് നീഡഡ് ടു റീച്ച് ഹോം അറ്റ് ഡോൺ ആഫ്റ്റർ ഹാവിങ് ടേക്കൺ എ ബാത്ത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ മാത്സ് ടീച്ചറുടെ ഒരു എന്താ പറയുക കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പുലർച്ചെ വരണം എന്നാണ് പറയുന്നത്. നേരം വൈകാനായിട്ട് പാടില്ല, പുലർച്ചെ വരണം, എണീക്കുക കുളിക്കുക പോരും, ആ ഒരു ടൈമേണ് പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നേരത്തെ എത്തണമെന്നൊരു കണ്ടീഷൻ ആ സാറ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഫോർ എ ഇയർ വിച്ച് വാസ് ദ ഡ്യൂറേഷൻ ഓഫ് ദ ട്യൂഷൻ ഐ സ്റ്റാർട്ടഡ് മൈ ഡേ വൈൽ ഇറ്റ് വാസ് സ്റ്റിൽ ഡാർക്ക് ഔട്ട്സൈഡ്. അപ്പോൾ ആ ഒരു വർഷ കാലഘട്ടമാണ് ആ ഒരു ട്യൂഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു, പുലർച്ചെ മീൻസ് പുറത്ത് ഇരുട്ടായിരിക്കും കേട്ടോ, നേരം പുലർന്നിട്ടുണ്ടാവില്ല. ആ ഒരു സമയത്ത് എഴുന്നേൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. വിത്ത് മൈ മദർ ഷേക്കിംഗ് മീ അവേക്ക്. അപ്പോൾ അവനെങ്ങനെ കുലുക്കി എണീപ്പിക്കുക ചെയ്യാം, എന്നാലാണ് അവൻ എണീക്കുമായിരുന്നുള്ളൂ. ഷീ ഹെർസെൽഫ് വുഡ് ഹാവ് റൈസൺ ബിഫോർ മീ ആൻഡ് ഗോട്ട് മൈ ബാത്ത് റെഡി. അപ്പോൾ ഇവനെ എഴുന്നേൽപ്പിക്കുന്നതിന് മുന്നേ അമ്മ എഴുന്നേറ്റ് അവന് കുളിക്കാനുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ ചൂടാക്കിയിട്ടുണ്ടാവും. ഷി വുഡ് ദെൻ ഹെൽപ്പ് മീ ബാത്ത് ആൻഡ് സെറ്റ് മീ ഓൺ മൈ വേ ടു മൈ ടീച്ചേഴ്സ് ഹോം. എന്നിട്ട് അവനെ കുളിപ്പിച്ച് അവനെ ടീച്ചറുടെ വീട്ടിലോട്ട് ആക്കി കൊടുക്കും. ദെൻ ഐ വുഡ് സ്റ്റഡി ഫോർ an hour ആൻഡ് റിട്ടേൺ ബൈ 5 AM. എന്നിട്ട് ആ ഒരു മണിക്കൂർ 4 മണി മുതൽ 5 മണി വരെ അവൻ ആ മാത്സ് ക്ലാസ്സിലിരിക്കും. എന്നിട്ട് തിരിച്ച് 5 മണിക്ക് വീട്ടിലെത്തും. ബൈ ദെൻ മൈ ഫാദർ വുഡ് ബി റെഡി ടു ടേക്ക് മീ ടു ദ അറബിക് സ്കൂൾ നിയർ ബൈ. എന്നിട്ട് എന്ത് ചെയ്യും, ഇവൻ അവിടുത്തെ അറബിക് സ്കൂളിലാണ് പഠിക്കുന്നത്, അവിടേക്ക് അവൻ്റെ അച്ഛൻ അവനെ കൊണ്ടാക്കും.
ആഫ്റ്റർ മൈ ലെസൺ വാസ് ഓവർ ഐ വുഡ് സ്പ്രിൻറ്റ് ഇൻ ടു ദ റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ആ ഒരു ക്ലാസ് അറബിക് ലെസൻ്റെ ക്ലാസ്സും കഴിഞ്ഞ് കഴിഞ്ഞ് അവൻ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഓടും. സൂൺ ദ എഞ്ചിൻ സ്മോക്ക് വുഡ് ബി വിസിബിൾ ഇൻ ദ ഡിസ്റ്റൻസ്. അപ്പോൾ ദൂരത്തു നിന്ന് തന്നെ ആ ഒരു എഞ്ചിൻ്റെ പുക, പണ്ടത്തെ നമുക്കറിയാമല്ലോ ട്രെയിനൊക്കെ ആകുമ്പോൾ നല്ല പുക ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു എഞ്ചിൻ്റെ പുക ഇങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ, ഒരുപാട് ദൂരെ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. ദ ഹോൺ വുഡ് ബി ടൂട്ടഡ് ലൗഡ്ലി ആൻഡ് വിത്ത് എ തണ്ടറസ് റോർ. അപ്പോൾ ആ ഒരു ട്രെയിനിൻ്റെ ഹോൺ എന്ന് പറയുന്നത് വളരെ ശബ്ദത്തിൽ, ടൂട്ടഡ് എന്ന് പറയുന്നത് ഒരു ട്രെയിനിൻ്റെ സൗണ്ടിനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. വളരെ സൗണ്ടിൽ അല്ലെങ്കിൽ ലൗഡായിട്ട് ഒച്ചത്തിൽ. അതേപോലെ തന്നെ തണ്ടറസ് റോർ, ഒരു ഇടിമുഴക്കത്തിൻ്റെ ശബ്ദം പോലെ അല്ലെങ്കിൽ ഗർജനം പോലത്തെയൊക്കെ ശബ്ദത്തിലാണ് ആ ഒരു ട്രെയിനിൻ്റെ സൗണ്ട്. ദ ട്രെയിൻ വുഡ് പാസ് ത്രൂ ദ സ്റ്റേഷൻ. എന്നിട്ട് ആ സ്റ്റേഷനിൽ കൂടെ ട്രെയിൻ പാസ് ചെയ്ത് പോകും. അത് നിർത്തില്ലല്ലോ, മുന്നെന്ന് പറയുമ്പോൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവൻ്റെ ജോലി എപ്പോഴാണ് തുടങ്ങിയത്, ആ ട്രെയിൻ അവിടെ സ്റ്റേഷൻ ഇല്ല, അവിടെ നിർത്തുന്നില്ല. പാസ് ചെയ്യുന്ന ട്രെയിനിൽ നിന്നും എറിയണ ഈ പേപ്പറിൻ്റെ ബണ്ടിൽ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവൻ്റെ മെയിൻ ജോലി. I had worked out the best spot from which to keep an eye out for the fly newspaper bundles. അപ്പോൾ എവിടെ നിന്നാലാണ് കറക്റ്റായിട്ട് ആ ബണ്ടിൽ വീഴുന്നത് പിടിക്കാൻ പറ്റുക എന്ന് നോക്കിയിട്ട് ആ സ്ഥലത്ത് നോക്കിയിട്ടാണ് അദ്ദേഹം നിൽക്കാറുള്ളത്. ലൈക്ക് ക്ലോക്ക് വർക്ക് ദേ വുഡ് ബി ടോസ്ഡ് ഔട്ട് ഓൺ ടു ദ പ്ലാറ്റ്ഫോം. അപ്പോൾ അതിങ്ങനെ ഒരു ക്ലോക്ക് വർക്ക് പോലെ, ക്ലോക്ക് വർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മെക്കാനിക്സാണ് നമ്മുടെ ക്ലോക്കിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ സ്പ്രിങ്ങും ഗിയർ വീലും ഒക്കെ യൂസ് ചെയ്തിട്ട് കറങ്ങി വരുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അതുപോലെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വരുന്നത് പോലെയാണ് അവന് ഫീൽ ചെയ്യുന്നത്. ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ബണ്ടിലുകൾ ഇങ്ങനെ പറന്നു വരുന്നത് അവന് കാണാൻ സാധിക്കും. ദ ട്രെയിൻ വുഡ് ദെൻ ഹഫ് ആൻഡ് പഫ് അവേ. എന്നിട്ട് ഇങ്ങനെ ആ ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്ത് പോകും. സംസുദ്ദീൻസ് പേഴ്സൺ ഇൻ ദ ട്രെയിൻ വുഡ് വേവ് ഔട്ട് ടു മീ ആൻഡ് മൈ ജോബ് വുഡ് ബിഗിൻ. അപ്പോൾ അങ്ങനെ ആ ഒരു സംസുദ്ദീൻ്റെ ആളെ ട്രെയിനകത്ത് ഉണ്ടാവും ഈ ബണ്ടിലെടുത്ത് എറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൻ്റെ ജോലി അവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഐ ദെൻ പിക്ഡ് അപ്പ് ദ ബണ്ടിൽസ്. ഫസ്റ്റ് എന്ത് ചെയ്യണം, ആ ഒരു എറിഞ്ഞിട്ടുള്ള ബണ്ടിലുകളൊക്കെ പിടിക്കണം, അതൊക്കെ എടുക്കണം. ഡിവൈഡഡ് ദം അപ്പ് ഇൻ ടു ദ ബാച്ചസ് അക്കോർഡിംഗ് ടു ദ നെയ്ബർഹുഡ് ഇൻ വിച്ച് ദ പേപ്പേഴ്സ് ഹാവ് ടു ബി ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഓഫ് ഐ വെൻ. എന്നിട്ട് അതിനെന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആക്കണം. സെപ്പറേറ്റ് ബണ്ടിലുകളാക്കി ഡിവൈഡ് ചെയ്യണം. അതായത് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ബണ്ടിലുകൾ സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം. എന്നാലാണ് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, അദ്ദേഹത്തിന് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, വിതരണം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. For about an hour, I tore around രാമേശ്വരം delivering the papers to everyone. അങ്ങനെ ഒരു മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും, അദ്ദേഹം ആ ഒരു രാമേശ്വരം ഭാഗത്തെല്ലാം പോയിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, പേപ്പറുകൾ ഡെലിവറി ചെയ്യാനായിട്ട് തുടങ്ങും. Soon I began to identify people by the papers they read. അപ്പോൾ ഓരോരുത്തരും ഓരോ പേപ്പറല്ലേ വാങ്ങിക്കുക, ചിലർ ഒന്നിലധികം പേപ്പേഴ്സ് വാങ്ങിക്കുന്നുണ്ടാവും. അപ്പോൾ ആദ്യമൊന്നും ഇവന് കറക്റ്റായിട്ട് അറിയുമായിരുന്നില്ല ആര് ഏത് പേപ്പർ എന്നൊക്കെ. കറക്റ്റായിട്ട് ചിലപ്പോൾ എഴുതി വെച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. പക്ഷേ പിന്നെ അവൻ എന്ത് തിരിച്ചറിയാൻ തുടങ്ങി, ഒരാളുടെ മുഖം കണ്ടാൽ തന്നെ, അല്ലെങ്കിൽ ആ വീടിൻ്റെ പടിക്കലെത്തുമ്പോൾ തന്നെ അവൻ എന്ത് മനസ്സിലായി, ഈ വീട്ടിൽ ഈ ന്യൂസ് പേപ്പറാണ് എന്ന് മനസ്സിലായിട്ട് പേപ്പർ ഡെലിവറി ചെയ്യാൻ വേണ്ടി തുടങ്ങി. മെനി വുഡ് ബി വെയിറ്റിംഗ് ഫോർ മീ. കുറേ പേരൊക്കെ രാവിലെ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തിരിക്കാൻ തുടങ്ങിയത്, രാവിലെ പത്രം വായിക്കുന്നവർ. ആൻഡ് ദർ വുഡ് ഓൾവേസ് ബി എ ഫ്രണ്ട്ലി വേർഡ് ഔട്ട്. അപ്പോൾ വരുന്ന സമയത്ത് ആദ്യം കാണും ഒരു 8 വയസ്സുകാരനല്ലേ പേപ്പർ കൊണ്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും സ്നേഹത്തോടു കൂടി 2 വാക്കൊക്കെ സംസാരിക്കും. സം വുഡ് ടെൽ മീ ടു ഹറി ബാക്ക് ഹോം സോ ഐ വുഡ് നോട്ട് ബി ലേറ്റ് ഫോർ സ്കൂൾ. ചിലർ പറയും വേഗം പോയിട്ട് സ്കൂളിൽ കയറണ്ടേ, സ്കൂളിലേക്ക് എത്താൻ ലേറ്റ് ആവണ്ടെന്ന് പറയുകയാണ് ചെയ്യാറ്. ഐ തിങ്ക് മോസ്റ്റ് പീപ്പിൾ എൻജോയ്ഡ് ബീയിങ് ഹാൻഡഡ് ദെയർ പേപ്പേഴ്സ് ബൈ ചെയർഫുൾ 8-year-old. അപ്പോൾ അവനിങ്ങനെ തോന്നുന്നത്, അത് 8 വയസ്സുകാരൻ ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ആ ഒരു ന്യൂസ് പേപ്പർ രാവിലെ കൊണ്ടുവന്ന് തരുന്നത് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ടാവാം. Our town being on the east coast, by the time the work was over at 8 AM, the sun would be high up in the sky. അപ്പോൾ ഈസ്റ്റ് കോസ്റ്റ് ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ജോലിയൊക്കെ തീരുമ്പോഴേക്ക് തന്നെ സ്കൈയിൽ സണ്ണ് മുകളിലേക്ക് എത്തിയിട്ടുണ്ടാവും, അത്രയും ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും. നൗ ഐ ഹെഡഡ് ബാക്ക് ഹോം വേർ മൈ മദർ വെയിറ്റഡ് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ എന്ത് ചെയ്യണം, അദ്ദേഹം തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോകും ജോലിയൊക്കെ തീർത്തിട്ട്. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അമ്മ അവിടെ ഫുഡൊക്കെ ആക്കി ഇരിക്കുന്നുണ്ടാവും. എ സിമ്പിൾ മീൽ വുഡ് ബി സെർവ്ഡ് ബട്ട് ഹൗ ഹംഗ്രി ഐ വാസ്. വളരെ ഒരു സിമ്പിളായിട്ടുള്ള ഫുഡായിരിക്കും ഉണ്ടാവുക, ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ അദ്ദേഹം അത്രയും ഹംഗ്രി ആയിട്ടാണ് വരുന്നത്. മൈ മദർ മെയ്ഡ് ഷുവർ ഐ ഏറ്റ് എവറി മോസൽ ബിഫോർ സെൻഡിങ് മീ ഓഫ് ടു സ്കൂൾ. മോസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പീസും ഫുഡിൻ്റെ ഓരോ ഭാഗവും, ഓരോ വറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ ഓരോ പീസും ഓരോ കഷ്ണവും എന്നുള്ള മീനിങ്ങിലും പറയാം. അപ്പോൾ അമ്മ എപ്പോഴും ഉറപ്പ് വരുത്തും അവൻ ആ ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒരു വറ്റ് പോലും ബാക്കി വയ്ക്കാതെ കഴിക്കാൻ നമ്മൾ പറയില്ലേ, അപ്പം അങ്ങനെ അവൻ കഴിക്കുന്നുണ്ട് എന്ന് എപ്പോഴും ഉറപ്പ് വരുത്തും. എന്നിട്ടാണ് അവനെ സ്കൂളിലേക്ക് വിടാറ്. ബട്ട് മൈ വർക്ക് ഡിഡ് നോട്ട് എൻഡ്. പക്ഷെ അവിടെയും ജോലി തീരുന്നില്ല. In the evening, after school was over, I would do the rounds of Samsuddin's customers again. ഈവനിങ്ങിൽ സ്കൂൾ കഴിഞ്ഞിട്ട് വീണ്ടും അവൻ എന്ത് ചെയ്യണം, സംസുദ്ദീൻ്റെ ഈ കസ്റ്റമേഴ്സിന് പേപ്പർ കൊടുക്കുന്ന കസ്റ്റമേഴ്സിൽ അവരുടെ അടുത്തേക്ക് വീണ്ടും പോകണം. എന്തിനു വേണ്ടിയിട്ടാണ്, കളക്ടിങ് ഡ്യൂസ്, പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പത്രം കൊടുത്താൽ പോലും അതിൻ്റെ പൈസ വാങ്ങിക്കണ്ട, അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകും. ദെൻ ഐ വുഡ് മീറ്റ് ഹിം സോ ദാറ്റ് ഹി കുഡ് വർക്ക് ഔട്ട് ദ അക്കൗണ്ട്സ് ഓഫ് ദ ഡേ. എന്നിട്ട് എന്ത് ചെയ്യും, സംസുദ്ദീനെ പോയി കാണും. എന്നിട്ട് ആ ഒരു കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോരും. അറ്റ് ദാറ്റ് ടൈം സിറ്റിംഗ് സംവേർ നിയർ ദ സീ
With the breeze blowing in, Jalaluddin or Samsuddin would finally open up the day's paper. അങ്ങനെ വൈകുന്നേരം ഇരിക്കുന്ന സമയത്താണ് ജലാലുദ്ദീൻ or സംസുദ്ദീൻ ഏതെങ്കിലും ഒരാൾ അന്നത്തെ പേപ്പർ ഒന്ന് തുറന്നു നോക്കും. ഓൾ ഓഫ് us would pour over the black type of ദിനമണി. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, ആ ഒരു ദിനമണി അവരുടെ തമിഴ് ന്യൂസ് പേപ്പറാണ് അവർ വായിക്കുന്നത്. വൺ ഓഫ് ദം വുഡ് റീഡ് അലൗഡ് ദ ന്യൂസ് ഐറ്റംസ്. എന്നിട്ട് അതിൽ ഒരാൾ ഇരുന്നിട്ട് ന്യൂസ് ഇങ്ങനെ ഒച്ചത്തിൽ വായിക്കും. അപ്പോൾ എല്ലാവർക്കും കേൾക്കാമല്ലോ. ആൻഡ് സ്ലോലി ദ ലാർജർ ഔട്ട്സൈഡ് വേൾഡ് വുഡ് എൻജർ അവർ കോൺഷ്യസ്നസ്. അങ്ങനെ പുറത്തുള്ള ലോകം, പേപ്പറിൽ കൂടെ അവരറിയുന്ന ലോകം അവരുടെ ആ ഒരു ഉപബോധ മനസ്സിലേക്ക് കയറി വരും. ഗാന്ധിജി, കോൺഗ്രസ്, ഹിറ്റ്ലർ, പെരിയാർ, ഇ.വി. രാമസ്വാമി, ദെയർ വേർഡ്സ് വുഡ് ഹാങ് ഇൻ ദി ഈവനിങ് എയർ. അപ്പോൾ അതുവരെ ആ ഒരു ചെറിയ സ്ഥലമാണ് അവരുടെ ജീവിതമെങ്കിൽ ആ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴേക്കും ആ ലോകത്തിലേക്ക് ഗാന്ധിജി വരും, കോൺഗ്രസ് വരും, ഹിറ്റ്ലർ വരും, പെരിയാർ വരും. അങ്ങനെ പുറത്തുനിന്നുള്ള ആളുകളെല്ലാം ആ ഒരു ഓരോ ഇൻസിഡൻറ്റുകൾ, പുതിയ പുതിയ കാര്യങ്ങളൊക്കെയും കയറി വരും. ഐ വുഡ് ട്രേസ് ദ ഫോട്ടോസ് ആൻഡ് വേർഡ്സ് വിത്ത് മൈ ഫിംഗേഴ്സ്. അപ്പോൾ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ വിരൽ വെച്ചിട്ട് അതിൻ്റെ ചുറ്റുപാട് ഇങ്ങനെ ട്രേസ് ചെയ്യാറുണ്ട്. വണ്ടറിങ് വാട്ട് ഇറ്റ് മസ്റ്റ് ബി ലൈക്ക് ടു ബി ഔട്ട് ദർ ഇൻ ദ ലാർജർ വേൾഡ് വിത്ത് ഓൾ ഓഫ് ദം. അപ്പോൾ ഈ ആളുകളുടെയൊക്കെ, ഗാന്ധിജിയുടെയും ഹിറ്റ്ലറുടെയും കോൺഗ്രസിൻ്റെയൊക്കെ ഇടയിൽ ഞാനും പോയിട്ടുണ്ടെങ്കിൽ, ആ ഒരു ലാർജർ വേൾഡിൽ ചെല്ലാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അവൻ ആലോചിക്കാറുണ്ട്. മേ ബി ഐ തോട്ട് ടു മൈസെൽഫ് വൺ ഡേ ഐ വുഡ് ഗോ ടു ദ ബിഗ് സിറ്റീസ് ലൈക്ക് മദ്രാസ്, ബോംബെ ആൻഡ് കൽക്കട്ട. അപ്പോൾ അങ്ങനെ അദ്ദേഹം വിചാരിക്കണം, ഞാനും ചിലപ്പോൾ ഒരു ദിവസം വലിയ വലിയ സിറ്റികളായിട്ടുള്ള മദ്രാസിലും ബോംബെയിലും കൽക്കട്ടയിലൊക്കെ പോവുമായിരിക്കും. വാട്ട് വുഡ് ഐ സേ ഇഫ് ഐ എവർ ഗോ ടു മീറ്റ് പീപ്പിൾ ലൈക്ക് ഗാന്ധിജി ആൻഡ് പണ്ഡിറ്റ് നെഹ്റു. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എങ്ങാനും ഗാന്ധിജീനെ നെഹ്റുവിനൊക്കെ കാണാൻ സാധിച്ചു എന്തായിരിക്കും ഞാൻ പറയുക എന്നൊക്കെ ആലോചിക്കാൻ എക്സൈറ്റ്മെൻ്റ് ആണ്. But such thoughts were soon interrupted by the calls of my playmates. അങ്ങനത്തെ ചിന്തകളിൽ ഇങ്ങനെ വലിയ വലിയ ചിന്തകളിൽ പോകുമ്പോഴേക്കും ഇവരുടെ കളിക്കൂട്ടുകാർ, ഇവൻ്റെ ഫ്രണ്ട്സ് എന്ത് ചെയ്യും, അവനെ കളിക്കാനായിട്ട് വിളിക്കും. അതെന്താ കോൾ ഫോർ ഡിന്നർ. അപ്പോഴേക്കും കുറച്ച് നേരം കളിക്കുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടും വിളിക്കും. There was homework to be done, and even an 8-year-old has only that much energy to spend. ഹോംവർക്കൊക്കെ ചെയ്യാനായിട്ടുണ്ടാവും, പക്ഷേ ഒരു 8 വയസ്സുകാരനെ കൊണ്ട് ഇനി അതിന് കൂടി ഒന്നും പറ്റില്ല. അതായത് രാവിലെ പുലർച്ചെ എഴുന്നേറ്റ് ജോലിക്ക് പോകുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും ജോലിക്ക് പോകുന്നു, എന്നിട്ടാണ് വീട്ടിലോട്ട് വരുന്നത്. അപ്പോഴേക്കും അവൻ്റെ എനർജിയൊക്കെ പോയിട്ടുണ്ടാവും. ബൈ 9 PM ഐ വുഡ് ബി ഫാസ്റ്റ് അസ്ലീപ്പ്. 9 മണിയൊക്കെ ആകുമ്പോഴേക്കും അവൻ നല്ല ഉറക്കമായിട്ടുണ്ടാവും. ആസ് ദ നെക്സ്റ്റ് ഡേ മോർ സ്റ്റഡീസ് ആൻഡ് ദ ലൈഫ് ഓഫ് എ വർക്കിംഗ് മാൻ ലേ ഇൻ സ്റ്റോർ. അപ്പോൾ അടുത്ത ദിവസം എന്താണ്, വീണ്ടും കൂടുതൽ പഠിക്കാനും ജോലിയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് റുട്ടീൻ കണ്ടിന്യൂഡ് ഫോർ അബൌട്ട് എ ഇയർ. ഒരു വർഷത്തോളം ഈ ഒരു ജോലി തുടർന്നുകൊണ്ടിരുന്നു. ഇൻ ദാറ്റ് 1 year ഓഫ് റണ്ണിങ് അറൗണ്ട് വിത്ത് ദ പേപ്പേഴ്സ് ഐ ഗ്രൂ ടോളർ ആൻഡ് ബ്രൗണർ. ആ ഒരു വർഷം കൊണ്ട് എന്താണ്, അയാൾ ഒന്നും കൂടെ ബ്രൗൺ കളർ, ഒന്നും കൂടി ഡാർക്ക് കളറാവാൻ തുടങ്ങി, കുറച്ചും കൂടെയൊക്കെ ഹൈറ്റ് വയ്ക്കാൻ തുടങ്ങി. ഐ ഓൾസോ ലേൺ ദാറ്റ് ഐ കുഡ് നൗ ജഡ്ജ് ക്വൈറ്റ് അക്യൂറേറ്റ്ലി ദ ഡിസ്റ്റൻസസ് ഐ കുഡ് കവർ അറ്റ് എ സ്പ്രിന്റ് വിത്ത് എ ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് ഇൻ മൈ ഹാൻഡ്. ഇപ്പോൾ എന്താണ്, അവന് കറക്റ്റായിട്ട് ടൈം കണക്കാക്കാൻ പറ്റും. അതായത് ഇത്ര ബണ്ടിൽ ഇത്ര ദൂരം കൊണ്ട് ഇത്ര ടൈം വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ പറ്റും, ഡെലിവറി ചെയ്യാൻ പറ്റും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാൻ തുടങ്ങി. ഹെൻസ് ഐ കുഡ് ടൈം മൈ അറൈവൽ അറ്റ് വേരിയസ് ലൊക്കാലിറ്റീസ് അറ്റ് ദ സെയിം ടൈം എവറി ഡേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ടൈം നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഐ കുഡ് കാൽക്കുലേറ്റ് ഇൻ മൈ ഹെഡ് ദ എമൗണ്ട് ഓഡ് ടു സംസുദ്ദീൻ ബൈ ഈച്ച് ഓഫ് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ ഓരോരുത്തരും എത്ര രൂപ തരണം, ഇതൊക്കെയും അവന് എന്താ പറയുക, ബ്രെയിനിലിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അവന് സാധിക്കുന്നുണ്ട്. എനിക്ക് റീൽ ഓഫ് ദ നെയിംസ് ഓഫ് ദോസ് ഹു ഹാഡ് നോട്ട് പെയ്ഡ് അപ്പ് ദാറ്റ് ഡേ. അതേപോലെ അന്നത്തെ ദിവസം ആരൊക്കെയാണ് പൈസ കൊടുക്കാത്തത്, അതൊക്കെയും അവനിങ്ങനെ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുണ്ട്. മോസ്റ്റ്ലി ഐ ലേൺ ദാറ്റ് to be a working man meant you had to be up and ready to face the day whatever else may happen to you. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർക്കിംഗ് മാൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും, ഒരുപാട് കാര്യങ്ങളതിനെ ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആവേണ്ടതായിട്ടും വരും. ഹോംവർക്ക്, ട്യൂഷൻ, പ്രേയേഴ്സ് ഓൾ ക്യാരിഡ് ഓൺ. അപ്പോൾ അവൻ്റെ ലൈഫിൽ ആ ഒരു പ്രായത്തിൽ തന്നെ ഹോംവർക്ക് വേണം, ട്യൂഷൻ വേണം, പ്രേയേഴ്സ് വേണം, അതേപോലെ എല്ലാ കാര്യങ്ങളും. ബട്ട് ദ മദ്രാസ് ധനുഷ്കോടി മെയിൽ വുഡ് നോട്ട് വെയിറ്റ് ഫോർ മച്ച്. ഇതെല്ലാം ചിലപ്പോൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും, പക്ഷേ ആ മദ്രാസ് ധനുഷ്കോടി മെയിൽ ഒരിക്കലും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യില്ല. ആ ട്രെയിന് അതിൻ്റെ സമയത്ത് വരും, അപ്പോഴേക്കും ഞാനവിടെ ഓടി എത്തുക തന്നെ വേണം. ഐ ഹാഡ് ടു ബി പ്രസൻറ്റ് അറ്റ് ദ സ്റ്റേഷൻ അറ്റ് ദ കറക്റ്റ് ടൈം ആൻഡ് അറ്റ് ദ കറക്റ്റ് പോയിന്റ് ടു കളക്ട് ദ ബണ്ടിൽസ് ആസ് ദേ കെയിം ഫ്ലൈയിങ്. ഈ ബണ്ടിലുകൾ പറന്നിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈമിൽ കറക്റ്റ് പൊസിഷനിൽ നിന്നാൽ മാത്രമേ അവനത് കറക്റ്റായിട്ട് പിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ബ്രഷ് വിത്ത് ടേക്കിംഗ് അപ്പ് എ റെസ്പോൺസിബിലിറ്റി ആൻഡ് സീയിങ് ടു ഇറ്റ് ദാറ്റ് ഐ കെപ്റ്റ് മൈ വേർഡ് ടു മൈ കസിൻ സംസുദ്ദീൻ നോ മാറ്റർ വാട്ട്. അപ്പം ഈ സംസുദ്ദീൻ ഇവനെ വിശ്വസിച്ചിട്ടാണല്ലോ, ഇവൻ്റെ വാക്ക് വിശ്വസിച്ചിട്ടാണല്ലോ ഈ ജോലി ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് കറക്റ്റായിട്ട് ആ ജോലി ചെയ്യേണ്ടതുണ്ട്. ഇറ്റ് വാസ് ഓൾസോ ദ മോസ്റ്റ് എൻജോയബിൾ ടൈം ഐ ലവ്ഡ് എവറി മൊമെൻറ്റ് ഓഫ് ഇറ്റ് ഓഫൻ നോട്ട് ബട്ട് സ്റ്റാൻഡിങ് ദ ഇൻറ്റൻസ് ടയർഡ്നെസ് എവറി നൈറ്റ്. അപ്പോൾ അവൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. എന്തുകൂടി ഉണ്ട്, ടയർഡ്നെസ്സും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഫേസ് ചെയ്തിട്ടുണ്ട്. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്നിരുന്നാലും എന്നുള്ള
എന്നിരുന്നാലും മീനിങ് ആണ് കേട്ടോ. നമ്മൾ എന്നിരുന്നാലും എന്ന് പറയില്ല, അതായത് ഒരുപാട് ടയേർഡ്നെസ് ഒക്കെ ഉണ്ട്, എന്നാലും എന്ത് ചെയ്യുന്നില്ല, അത് അവന് അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു, അത്രയും എൻജോയ് ചെയ്തിട്ടുള്ള ടൈമായിരുന്നു. My mother often fretted at my taking up this additional work and the toll it was taking on me. ഫ്രട്ടഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷമം തോന്നുക. എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ആ ഒരു അഡീഷണൽ ജോലി ചെയ്യുന്നതും ഒക്കെ കഷ്ടപ്പെടുന്നതൊക്കെ കാണുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്. ബട്ട് ഐ ഷൂക്ക് മൈ ഹെഡ് ആൻഡ് സ്മൈൽ അറ്റ് ഹർ. പക്ഷേ അതൊക്കെ പറയുമ്പോഴും അവൻ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ചിരിച്ചു കൊടുക്കും അമ്മയുടെ അടുത്ത്, അതൊന്നും സാരമില്ല എന്നുള്ള രീതിയിൽ. നോയിങ് ദാറ്റ് മൈ ഏർണിങ്സ് വർ സംഹൗ ഹെൽപ്പിംഗ് അസ് ഓൾ. കാരണം അദ്ദേഹത്തിന് അറിയായിരുന്നു, അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻകം, ചെറിയൊരു ഇൻകം ആയാലും അത് എല്ലാവരെയും ഏതെങ്കിലും ഒരു രീതിക്ക് ചെറിയ രീതിയിലെങ്കിലും സഹായിക്കുന്നുണ്ടെന്ന് ഉറപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഷി വാസ് സീക്രറ്റ്ലി പ്രൗഡ് ഓഫ് മീ ഫോർ ഹാവിങ് ടേക്കൺ ഓൺ ദ റോൾ ഓഫ് വർക്കിംഗ് മാൻ അറ്റ് ദ ഏജ് ഓഫ് 8. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മ മേ ബി പുറത്ത് ആ ഒരു വിഷമമൊക്കെ ഉണ്ട് അമ്മയ്ക്ക്, എന്നിരുന്നാലും അമ്മ എന്ത് ചെയ്യുന്നില്ല, ഉള്ളിൽ അമ്മയ്ക്ക് ആ ഒരു സന്തോഷം ഉണ്ടാവും. കാരണം ഈ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തം മകൻ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തല്ലോ എന്നാലോചിക്കുന്ന സമയത്ത്. കെപ്റ്റ് മീ ഗോയിങ് വിത്ത് എ സ്മൈൽ ഓൺ മൈ ഫേസ് ഐ വർക്കിംഗ് മാൻ അറ്റ് ദ ഏജ് ഓഫ് 8. അപ്പോൾ അതറിയുമ്പോൾ എന്താണ്, തീർച്ചയായിട്ടും അവൻ്റെ മുഖത്ത് എന്തുണ്ട്, ആ ഒരു ചിരി, എൻ്റെ ചെറിയ വരുമാനം എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനം വെച്ചിട്ട്, ആ ഒരു സന്തോഷം വെച്ചിട്ടാണ് തീർച്ചയായിട്ടും എന്നും ആ ഒരു 8 വയസ്സുകാരൻ ആ ഒരു വർക്കിംഗ് മാനായിട്ട് ആ ഒരു ജോലിയിലേക്ക് പോകാറുണ്ടായിരുന്നത്. ഇതെന്താണ്, ഒരു എക്സ്ട്രാക്ട് ഫ്രം APJ അബ്ദുൽ കലാംസ് മെമ്മോർ മൈ ജേർണി ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ് ഇൻ ടു ആക്ഷൻസ്. APJ അബ്ദുൽ കലാമിൻ്റെ മൈ ജേർണി ട്രാൻസ്ഫോമിംഗ് ഡ്രീംസ് ഇൻ ടു ദ ആക്ഷൻസ് എന്നുള്ള മെമ്മോറിലത്തെ ഒരു ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ പഠിച്ചത്.